ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തനി നാടൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം പട്ട, കറയാമ്പൂ 5 എണ്ണം, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, അരമുറി തേങ്ങ ചിരവിയത്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഏലക്ക ഒരു നുള്ള്, വലിയ തക്കാളി ഒരെണ്ണം. ഇത് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പട്ട, കറയാമ്പൂ, കുരുമുളക്, പെരിഞ്ജീരകം ഇത്രയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു റെഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഈ തേങ്ങയുടെ ചൂടിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് മുരിഞ്ഞോളും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇപ്പോൾ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് നന്നായി മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അത് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി കഴിയുമ്പോഴേക്കും മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ മൺചട്ടിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന ടൈമിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ചെറിയ ജാറിലാണ് ഞാനിത് അരച്ചെടുത്തത്. നമ്മൾ വേവിക്കാൻ വെച്ച തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വലിയ ഗ്ലാസ് വെള്ളവും കൂടി ആവശ്യമുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം, 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോഴേക്കും വലിയ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിക്കണം. കാരണം ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കൻ വേകാനായിട്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വേണം നമുക്ക് വേവിക്കാനായിട്ട്. ഇത് നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ച ആ സ്മെല്ലും നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തിയോ പാലപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.